കോവിഡ് മഹാമാരിയും ലോക്ക്ഡൌണും ഏൽപ്പിച്ച ആഘാതങ്ങൾ ഏറെയുണ്ടെങ്കിലും തിരിച്ചുവരവിനും അതിജീവനത്തിനുമായുള്ള ശ്രമത്തിലാണ് ബംഗളൂരു മഹാനഗരവും ബംഗളൂരു മലയാളികളും. എന്നാൽ ബംഗളൂരു മലയാളികൾ മടങ്ങി വരുമ്പോൾ കോവിഡ് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് അവർ പൂർണ്ണമായും മുക്തരായോ? നഗരത്തിൽ വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന ബംഗളൂരു മലയാളികൾക്ക് എന്താണ് ഇപ്പോൾ യഥാർത്ഥ സ്ഥിതി? ദ മെട്രോ ഗസറ്റ് അന്വേഷിക്കുകയാണ് ബംഗളൂരു മലയാളി മടങ്ങി വരുമ്പോൾ. ഇത് പ്രസന്നകുമാർ. ബംഗളൂരു SG പാളയിൽ വർഷങ്ങളായി പ്രസന്നകുമാറും കുടുംബവും റെസ്റ്റോറന്റ് നടത്തുന്നു. കോവിഡ് മഹാമാരിക്ക് മുൻപ് വലിയ ലാഭത്തിലായിരുന്നെങ്കിലും ഇപ്പോൾ ബിസിനസ് തകർച്ചയുടെ വക്കിലാണ്. ഞങ്ങളിപ്പോൾ 18-19 വർഷം കൊണ്ട് ഈ മേഖലയിലുണ്ട്. ഈ 18-19 വർഷം കൊണ്ട് എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അത് ഈ ലോക്ക്ഡൗണിലെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട് പോലും ഞങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക. അതൊരു 25% പോലും ബിസിനസ് ഇപ്പം കിട്ടുന്നില്ല. ഫസ്റ്റ് ലോക്ക്ഡൗണിന് ശേഷം അല്പം ഒന്ന് മാർക്കറ്റ് ഇമ്പ്രൂവ് ആയി വന്നതായിരുന്നു. അതിന് സെക്കൻഡ് ലോക്ക്ഡൗണിന് ശേഷം തീർത്തും വളരെ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത്. സമാന അനുഭവമാണ് ഹോട്ടൽ കേറ്ററിംഗ് സ്ഥാപനങ്ങൾ നടത്തുന്ന അലക്സിനും ഒഴിഞ്ഞുകിടക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് നോക്കി പറയാനുള്ളത്. ഓൺലൈൻ ഭക്ഷണ വിതരണം കാര്യമായ മാറ്റം ഉണ്ടാക്കിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. ഒരു 7 മണി തൊട്ട് 11:30 വരെ നമുക്കിവിടെ നിൽക്കാൻ സമയമില്ലാത്ത തിരക്കിൽ കസ്റ്റമേഴ്സ് വരുന്നൊരു സമയമാണ്. ഇപ്പോൾ ഈ കാലിൽ കിടക്കുന്ന കസേരകളും മേശകളും കണ്ടാൽ നിങ്ങൾക്കതിനെ ബോധ്യപ്പെടും എത്രമാത്രം ഉണ്ട് ഇതിനെ അഫക്റ്റ് ചെയ്തു എന്നുള്ളത്. പാഴ്സൽ ഫുഡ് വാങ്ങുന്നതിൽ തന്നെ ആൾക്കാർ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ട്. പിന്നെ വർക്ക് ഫ്രം ഹോമാണ്, ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അവർ വീട്ടിൽ സ്വയം പാചകം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. കാരണം സമയമില്ലായ്മയായിരുന്നു പുറത്തുള്ള ഭക്ഷണത്തെ ആശ്രയിക്കുന്ന ആൾക്കാരെ ആശ്രയിക്കാൻ പ്രേരിപ്പിച്ചിരുന്ന ഒരു പ്രധാന ഘടകം. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം അതിൽ നിന്ന് ഒരുപാട് നേരത്തേതിനേക്കാളും ഒരു 20% അല്ല 25% ഉണ്ടാവും ഇപ്പോൾ ഓൺലൈൻ ഓർഡർ പോയിക്കൊണ്ടിരിക്കുക. കച്ചവടമില്ലാതായി വാടക നൽകാനാകാതെ വന്നപ്പോൾ വർഷങ്ങളായി സ്റ്റേഷനറി കട നടത്തിയിരുന്ന കെട്ടിടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട രാധാകൃഷ്ണനെ പോലുള്ളവരും നഗരത്തിലുണ്ട്. വീണ്ടും ലോക്ക്ഡൗൺ വന്നു. അങ്ങനെ ഒരു 4 മാസത്തെ വാടക പെൻഡിങ് വന്നപ്പോൾ യാതൊരു ദാക്ഷിണ്യമില്ലാതെ എന്നോട് കട കാലിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ കട കാലിയാക്കി. കടമുണ്ട്, ബിസിനസ്സേ ഇല്ല. 300 രൂപ, 200 രൂപ, 500 രൂപ. IT കമ്പനികൾ വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറിയതോടെ കമ്പനികൾക്കായി കരാർ അടിസ്ഥാനത്തിൽ ടാക്സി സർവീസ് നടത്തിയിരുന്ന നിരവധി പേരാണ് വരുമാനമില്ലാതെ കുടുങ്ങിയത്. വാഹനങ്ങൾ ഓടാതെ കിടന്ന് തുരുമ്പെടുത്തു. 90% വണ്ടി ടാക്സിക്കാരും മലയാള ഡ്രൈവേഴ്സെല്ലാം ഓടിക്കൊണ്ടിരുന്നത് IT കമ്പനികൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അത് ഊബർ വഴിയാണെങ്കിലും ഓല വഴിയാണെങ്കിലും IT കമ്പനിയിലേക്കുള്ള കണക്ഷനാണ് ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ വർക്ക് ഫ്രം ഹോം ആയ പിന്നെ ബിസിനസ് എല്ലാം ഡൗണായി. ആരുമില്ല. ഒരു കമ്പനി ഇപ്പോൾ തിരിച്ചു വരുന്ന ലക്ഷണം കാണുന്നുമില്ല. അപ്പം അടുത്തെങ്ങും തിരിച്ചിനി ആ ഒരു IT ഫീൽഡ് വന്നിട്ട് ടാക്സി ഓടിക്കാന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഡീസലിൻ്റെ റേറ്റ് അന്ന് ഈ 2 ലോക്ക്ഡൗണിന് മുമ്പേ ഡീസൽ റേറ്റ് എനിക്ക് വന്ന് 70 രൂപയാണ്. ഇപ്പോൾ അത് നേരെ 95 രൂപയിലേക്ക് മാറി. അന്ന് ടാക്സീൻ്റെ റേറ്റോ ഇപ്പോൾ ഉള്ള റേറ്റ് ഒന്നും കൂട്ടിയിട്ടൊന്നുമില്ല. അതേ റേറ്റ് തന്നെയാണ് ഇപ്പോൾ വണ്ടികളൊക്കെ ഓടുന്നത്. ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കണമെങ്കിൽ തന്നെ 1 ലക്ഷം രൂപ വേണം. വിത്ത് ഫൈനാൻസ് ഉള്ളത് അത് വേറെ കെട്ടണം. ആ സിറ്റുവേഷനിലാണ് എല്ലാവരും ഉള്ളത്. കഫേകൾ, ബേക്കറി, പലചരക്ക് തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന നിരവധി ആളുകളാണ് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയത്. ഇവരിൽ ഭൂരിഭാഗവും മടങ്ങി വരാൻ കഴിയാത്ത സ്ഥിതിയിലുമാണ്. IT മേഖലയിലെ ജീവനക്കാരും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും നഗരം വിട്ടതാണ് മിക്ക മേഖലകളെയും ബാധിച്ചത്. വർക്ക് ഫ്രം ഹോം തുടങ്ങുന്ന ഒരു സമയത്ത് എല്ലാവരും ഭയങ്കര ത്രിൽഡായിരുന്നു. ഓഫീസിൽ പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ലോഗിൻ ചെയ്യാം, വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ത്രിൽഡും ഇതൊക്കെയായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ആദ്യത്തെ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ പോയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അതിൻ്റെ ശരിക്കുള്ള ഒരു ഇത് മനസ്സിലായി തുടങ്ങി. നമ്മൾ രാവിലെ തന്നെ എന്താ പറയുക, ഒരു റോബോട്ട് പോലെ രാവിലെ എണീക്കുക, ലാപ്പ് വർക്ക് ചെയ്യുക, ഇരിക്കുക. നമ്മൾ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ അടച്ചുകൂട്ടിയിരുന്ന് ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ അത് ശരിക്കും നമ്മുടെ ഒരു വർക്ക് കൾച്ചർ തന്നെ ആകെ മാറി. ഓൺലൈൻ ക്ലാസുകൾ മാത്രമായപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും അസ്വസ്ഥതയിലാണ്. കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് പഠിക്കുകയും കളിക്കുകയും ചെയ്യേണ്ട സമയങ്ങൾ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും മാത്രമായി ചുരുങ്ങുമ്പോൾ കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദവും അത് സൃഷ്ടിക്കുന്നു. ചില കോളേജുകൾ തുറന്നെങ്കിലും കോവിഡ് നിയന്ത്രണ നടപടികൾക്കിടയിൽ നഗരത്തിലേക്കുള്ള യാത്രയും നാട്ടിലേക്കുള്ള മടക്കയാത്രയും വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കോവിഡ് ഏൽപ്പിച്ച ആഘാതം കാര്യമായി ബാധിക്കാത്ത ചെറിയൊരു വിഭാഗം നഗരത്തിലുണ്ടെങ്കിലും ഭൂരിപക്ഷവും ഉപജീവനത്തിനായി ഉഴലുന്നവരാണ്. പ്രതിസന്ധികളോട് പോരാടി മുന്നോട്ട് നീങ്ങുന്നവർ ഒരു വശത്ത്, പ്രതീക്ഷകൾ അസ്തമിച്ച് എന്നേക്കുമായി നഗരം വിട്ടവർ മറുവശത്ത്. പലർക്കും കച്ചവടം നടത്തിയ ചെറുകിട കച്ചവടക്കാർക്ക് കടകൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്.
അസുഖബാധിതരായ പലരും മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കൺമുമ്പിൽ വെച്ച്. ബെഡ് കിട്ടാതെ, ഓക്സിജൻ കിട്ടാതെ, ഹോസ്പിറ്റൽ കിട്ടാതെ, ആംബുലൻസ് കിട്ടാതെ ക്രൂരമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊരു നോർമൽ സിറ്റുവേഷനിലേക്ക് വരണമെങ്കിൽ ഇനിയും എനിക്ക് തോന്നുന്ന ഒരു 1.5 വർഷം, ഇനിയിപ്പോൾ ഒരു തേർഡ് വേവ് വരാതിരുന്നാൽ പോലും ഒരു 2-3 വർഷത്തോളം എടുക്കും ഈ ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് വരണമെങ്കിൽ. വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും നഗരം പഴയ പ്രൗഢിയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് അന്നം തന്ന നഗരത്തിൽ എല്ലാവരും തുടരാൻ കാരണം. ദ മെട്രോ ഗസറ്റ്, ബംഗളൂരു. ഇന്ത്യൻ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അഥവാ മദ്രാസ് സാപ്പേഴ്സ്. 1780 സെപ്റ്റംബർ 30 ബ്രിട്ടീഷുകാരാണ് MEG രൂപീകരിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രവിശ്യയുടെ സൈന്യത്തെ സഹായിക്കാനുള്ള ചുമതലയായിരുന്നു ഈ വിഭാഗത്തിന്. ഇന്ന് രാജ്യം മുഴുവൻ സൈന്യത്തിനാവശ്യമായ സഹായങ്ങൾ ഒരുക്കി നൽകുന്ന എഞ്ചിനീയറിംഗ് വിഭാഗമാണ് MEG. താംബീസ് എന്നറിയപ്പെടുന്ന മദ്രാസ് സാപ്പേഴ്സ് ട്രൂപ്പ് 2021 സെപ്റ്റംബർ 30 241 വർഷങ്ങൾ പൂർത്തിയാക്കി. മദ്രാസ് സാപ്പേഴ്സ് ഇക്കാലം അത്രയും യുദ്ധമുഖത്തും രക്ഷാപ്രവർത്തനങ്ങൾക്കും വിവിധ സഹായങ്ങളുമായി സജീവമാണ്. 241 years which have been very eventful. We've seen umpteen number of wars, including the World War I, World War II, the Pavan, the Kargil War. The MEG has come a long way, and it has made a mark for itself in the Indian Army in various aspects of training, of sports, of drill, of discipline, and the kind of efficient and effective Tambis that we produce for the Indian Army. സർവത്ര എന്നതാണ് മദ്രാസ് സാപ്പേഴ്സിന്റെ മോട്ടോ. മദ്രാസ് ആസ്ഥാനമായി ആദ്യം പ്രവർത്തനം ആരംഭിച്ച വിഭാഗം പിന്നീട് ആസ്ഥാനം ബംഗളൂരുവിലേക്ക് മാറ്റി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ യുവാക്കൾ MEGയിൽ നിന്ന് വർഷം തോറും പരിശീലനം നേടി സായുധ സേനയുടെ ഭാഗമാകുന്നു. സേനയ്ക്ക് സഞ്ചാരത്തിനാവശ്യമായ വഴിയൊരുക്കുക, പാലങ്ങൾ നിർമ്മിക്കുക, ബോംബുകൾ നിർവീര്യമാക്കുക തുടങ്ങി പല ദൗത്യങ്ങൾക്കും ഈ വിഭാഗത്തിന്റെ സേവനം ആവശ്യമാണ്. കേരളത്തിലെ മഹാപ്രളയത്തിലും രാജ്യം നേരിട്ട പല ദുരന്തങ്ങളുടെ സമയത്തും ഇവരുടെ സഹായം ലഭ്യമായിരുന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്പഥിൽ മാർച്ച് ചെയ്ത എല്ലാ തവണയും ഏറ്റവും മികച്ച മാർച്ചിംഗ് കണ്ടിജന്റിനുള്ള അവാർഡ് ലഭിച്ചുവെന്ന പ്രത്യേകതയും മദ്രാസ് സാപ്പേഴ്സിന് സ്വന്തമാണ്. രാജ്യത്തിന് അതുല്യ കായിക പ്രതിഭകളെ സമ്മാനിക്കാൻ മദ്രാസ് സാപ്പേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. 5 ദ്രോണാചാര്യ അവാർഡ്, 10 അർജുന അവാർഡ്, 1 പത്മശ്രീ അവാർഡ്, 14 ഒളിമ്പ്യന്മാർ എന്നിവയും MEGക്ക് മുതൽക്കൂട്ടായുണ്ട്. आई एम बॉडी बिल्डर. फर्स्ट मैं प्लेयर था मिस्टर इंडिया, अभी मैं कोच बन गया. MEG में बॉडी बिल्डिंग टीम का कोच कर रहा हूँ. मैं आई वाज प्लेयर था, उसी में मैं 7 टाइम मिस्टर इंडिया विन किया, 3 टाइम मिस्टर एशिया, 3 टाइम मिस्टर वर्ल्ड पार्टिसिपेट किया. अभी मैं कोच कर रहा हूँ. कोच के अंदर मेरा अंडर में मेरा 3 बंदा मिस्टर इंडिया लिया और 1 बंदा मिस्टर वर्ल्ड में गोल्ड लिया था 2019 में, उज़्बेकिस्तान में गोल्ड लिया था. और एक मेरा स्टूडेंट आज कल निकल रहा है, उज़्बेकिस्तान के जा रहा है, और एक मिस्टर वर्ल्ड के लिए. एक्चुअली अभी हमारा इंडिया में स्पोर्ट्स का लेवल, पूरा स्पोर्ट्स का लेवल अप हो गया. फर्स्ट इतना स्पॉन्सर नहीं, सिर्फ क्रिकेट करता था. अभी ये आजकल पूरा चेंज हो गया. पूरा स्पोर्ट्स में सपोर्ट मिल रहा है. स्पेशली बॉडी बिल्डिंग बहुत कॉस्टली गेम है, फिर भी पूरा सपोर्ट मिल रहा है. 1996 മുതൽ 2004 വരെ നടന്ന
ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി കിരീടം നേടിയതും മദ്രാസ് സാപ്പേഴ്സ് ആണ്. സിമ്മറാണ്, വേൾഡ് മിലിറ്ററി ഗെയിംസ് പാർട്ടിസിപ്പേറ്റഡ്, നാഷണൽ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ് ആണ്, സീനിയർ നാഷണൽ സിൽവർ മെഡലിസ്റ്റ്, ഇപ്പോൾ ആർമി റെഡ് ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളെ MEG സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു സെൻറ്ററാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ട്, സ്വിമ്മിങ്ങിൽ തന്നെ. അപ്പോൾ നമ്മളെ എല്ലാ തരത്തിലുള്ള ബെസ്റ്റ് പ്രാക്ടീസാണ് നമ്മൾ പ്ലെയേഴ്സിന് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ 2007 സ്പോർട്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. MEG വന്നതിന് ശേഷമാണ് സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരുപാട് എനിക്ക് സപ്പോർട്ട് കിട്ടി. ഒരുപാട് കോച്ചസിൻ്റെ തരത്തിലും സെൻറ്ററിൻ്റെ തരത്തിലും ഒരുപാട് എനിക്ക് സപ്പോർട്ട് കിട്ടി. ആ സപ്പോർട്ടിൽ ഞാൻ നാഷണൽ മെഡലിസ്റ്റാണ്. അതിനുശേഷം ഞങ്ങൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പോയി. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ സിൽവർ മെഡൽ അടിച്ചു. 2014 ഇഞ്ചോണിന് സൗത്ത് കൊറിയ നടന്നതിൽ ബ്രോൺസ് മെഡൽ അടിച്ചു. 1979 ബംഗളൂരുവിലെ MEG ആസ്ഥാനത്ത് ആരംഭിച്ച മദ്രാസ് സാപ്പേഴ്സ് മ്യൂസിയത്തിൽ സേനയുടെ വീരചരിത്രം നമുക്ക് കാണാൻ കഴിയും. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ഓരോ മെഡൽ നേടുമ്പോഴും ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മളൊക്കെ വളരെയധികം ചർച്ച ചെയ്ത, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ ഒരു വിഷയമുണ്ട്. ഒളിമ്പിക്സ് വരുമ്പോൾ മാത്രമാണ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം മെഡലിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന്. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ PT പീരീഡിലൊക്കെ കണക്കും സയൻസും പഠിപ്പിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ കായികപരമായ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി വേണ്ടത്ര രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ നൽകാൻ കഴിയാത്തൊരു രീതിയുണ്ട് എന്നുള്ള വിമർശനം എല്ലാവരും ഉയർത്തുകയുണ്ടായി. ഇന്ന് ഇന്ത്യക്കായി നിരവധി അഭിമാന നേട്ടങ്ങൾ കൈവരിച്ച ഒരു കായിക അധ്യാപിക കൂടിയായ ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ ഒരു നമ്മൾ ഉയർത്തി വിമർശനം, ഒപ്പം തന്നെ ഈ ഒരു കായിക വിദ്യാഭ്യാസ രീതിയിലെ പ്രശ്നങ്ങൾ ഒക്കെ, അധ്യാപക ദിനമൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയതാണ്. നമ്മൾ അധ്യാപക ദിനത്തെ പറ്റിയൊക്കെ പറഞ്ഞതാണ്. ഈ വിഷയങ്ങളിൽ കായിക വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, എന്തൊക്കെ മാറ്റങ്ങൾ വേണം, ഇതാണ് ഇന്ന് അഞ്ജു ബോബി ജോർജ് നമ്മോടൊപ്പം സംസാരിക്കുക. ഇപ്പോൾ ഈ ഒളിമ്പിക് സമയത്ത് ഏറ്റവും അധികം കേട്ടിട്ടുണ്ട് ഈ ഒരു ഇന്ത്യ മെഡലിനെ പറ്റി ചിന്തിക്കുന്നത് എപ്പോഴാണ്, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പ്രശ്നം. അപ്പം നമുക്ക് തന്നെ അറിയാം, സാധാരണ സ്കൂളുകളിലാണെങ്കിലും ഈ ഒരു PT പീരീഡിലൊക്കെ മറ്റ് വിഷയങ്ങളിലേക്ക് മാറ്റിവെക്കും. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ സമ്പ്രദായം മാറേണ്ടതുണ്ട്, എത്രത്തോളം നമ്മുടെ ഒരു കായിക മേഖലയെ ബാധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്പോർട്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വലിയ കാര്യമായിട്ടൊന്നും ആരും ചിന്തിച്ചിരുന്നില്ല. സ്പോർട്സിന് പോകുന്ന കുട്ടികൾ സാധാരണ തീരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളോ, അല്ലെങ്കിൽ വേറെ കഴിവൊന്നുമില്ലാത്ത, വേറെ പഠിക്കാൻ പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ പോകുന്ന ഒരു മേഖലയായിട്ടാണ് പലരും കണ്ടിരുന്നത്. ഒരു എന്താ പറയുക, ഒരു അവജ്ഞയോടെയൊക്കെ നോക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈവൻ എനിക്ക് തന്നെ, ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മാത്ത് പീരീഡ് ആയിരുന്നു. പക്ഷേ വെളിയിൽ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണറിയാണ്ട് അങ്ങോട്ട് പോയി. ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് നോക്കിയിരുന്നു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ വെളിയിൽ കൂടെ വന്ന് കണ്ടു, എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു പോയി ഒരു 6 റൗണ്ട് ഓടാൻ. ഞാൻ സന്തോഷത്തോടെ പോയി ഓടി. പക്ഷേ എനിക്കൊന്ന് പ്രിൻസിപ്പളിന് അതൊരു പണിഷ്മെൻ്റായിട്ട് തോന്നി. പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പിയായി, കാരണം എനിക്കിഷ്ടമുള്ളൊരു ഫീൽഡിലേക്ക് അതൊരു പണിഷ്മെൻ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഓരോ കുട്ടികളും അവർക്ക് പല രീതിയിലായിരിക്കും കഴിവ്. ചിലർക്ക് പഠിക്കാൻ കഴിവുണ്ടാകും, ചിലർക്ക് കളിക്കാൻ കഴിവുണ്ടാകും, ചിലർക്ക് വേറെ എന്തെങ്കിലും കഴിവ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കുറച്ചും കൂടെ മാറ്റിയിട്ട്, ഇപ്പോഴത്തെ CBSE സിലബസ് ഒന്നും നമ്മുടെ സ്പോർട്സുകാർക്ക് ഒട്ടും പറ്റുന്നതല്ല. അത്രയും ഹെവി ആയിട്ടുള്ള സിലബസ് പഠിക്കേണ്ട കാര്യമുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അന്നത്തെ ഹാഫ് സിലബസ് അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതിൻ്റെ ഇരട്ടി 10ാം ക്ലാസ്സിൽ പഠിച്ച സിലബസാണ് ഇന്ന് കുട്ടികൾ. അതിൻ്റെ ഒപ്പം സ്പോർട്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിലബസ് വളരെ കുറയ്ക്കുക, അതിനൊപ്പം നമ്മൾ ഇഷ്ടമുള്ള, അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഏത് ഫീൽഡിലാണോ നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം നമ്മൾക്ക് ഇന്ത്യയിലില്ല ഇന്ന്. ആ ഒരു രീതിയിൽ സ്പോർട്സ് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എന്തായാലും ആ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം.
ഇപ്പോൾ ഈ ഒളിമ്പിക്സിന് മെഡൽ നേടിയ സമയത്തൊക്കെ നമ്മൾ എല്ലാവരും വളരെ ആവേശത്തോടെ സ്റ്റേറ്റസ് ഇടുകയും ഭയങ്കര ആർപ്പ് വിളിക്കുകയൊക്കെ ചെയ്ത സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം, അതായത് സ്പോർട്സ് കുട്ടികൾക്ക് വേണ്ട ഒരു സംവിധാനങ്ങൾ നിലവിലില്ലെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനാരും ഒരു മുൻകൈ എടുക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല. ഈ ഒളിമ്പിക് സമയത്ത് മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായ കാലത്ത് ആ ഒരു ചർച്ച ഉണ്ടായത്. ഇപ്പോൾ വീടുകളിലാണെങ്കിൽ തന്നെ നോക്കിയാലും ഈ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ പോയിരുന്ന് പഠിക്കട, കൂടുതൽ സമയം പുസ്തകത്തിനുള്ളിൽ ചെലവഴിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചപ്പാട് എവിടെ നിന്നാണ് അത് ആദ്യം മാറേണ്ടതെന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മാറണം. കാരണം നമ്മുടെ പേരൻസിൻ്റെ അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് അല്ലെങ്കിൽ IT പ്രൊഫഷണൽ ഇവർക്കൊക്കെ ഒരു ലൈഫുള്ളൂ എന്നാണ് അവരുടെ വിചാരം എന്നല്ല, അതാണ് അവരുടെ ആഗ്രഹം. സ്വന്തം മകൻ ഒരു ഡോക്ടറായി കാണുക, എൻജിനീയറായി കാണുക. പക്ഷേ സ്പോർട്സിൽ വന്നാലും നമുക്കൊരു ഭാവി ഉണ്ടെന്നുള്ള കാര്യം അവർ വിട്ടുപോകുന്നു. സ്പോർട്സ് ഒരാൾ ഇപ്പോൾ നമ്മുടെ നീരജ് ചോപ്ര എടുക്കുക, മെഡൽ കിട്ടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇന്ത്യ എങ്ങനെയാണ് സ്വീകരിച്ചത്, നീരജിൻ്റെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്തു, ആ ഒരു പ്രൈഡൊക്കെ ആ പേരൻസിൻ്റെ മുഖത്ത് നമുക്ക് കണ്ടറിയും. ഈവൻ എൻ്റെ പേരൻസും ഇതൊക്കെ അനുഭവിച്ചതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കാണാൻ പറ്റുവാണെങ്കിൽ കുട്ടികൾ അവരുടെ കഴിവുള്ള മേഖലയിലേക്ക് പറഞ്ഞു വിടുക. അല്ലാണ്ട് നമ്മൾ പേരൻസ് നമ്മുടെ ഇഷ്ടത്തിനല്ല കുട്ടികളെ വലിക്കുന്നത്. കാരണം ഏത് രീതിയിൽ പോയാലും, ഇപ്പോൾ ബോബി ആണെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോയി, പക്ഷേ തിരിച്ച് സ്പോർട്സിലേക്ക് തന്നെ കോച്ചായിട്ട് തിരിച്ചു വന്നു. എൻ്റെ ബ്രദർ ആണെങ്കിലും IT ഫീൽഡിലേക്ക് പോയി തിരിച്ച് കോച്ചിങ് ഫീൽഡിലേക്ക് വന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഇവരൊരു ഉദാഹരണം മാത്രം. നമ്മൾ ആരൊക്കെ ഡ്രൈവ് ചെയ്ത് ഏത് രീതിയിലേക്ക് നമ്മൾ പോയാലും അൾട്ടിമേറ്റ്ലി നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും. അതെന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ മറ്റൊരു വിഷയമുള്ളതാണ് ഈ ഒരു സാമ്പത്തിക പരാധീനം അല്ലെങ്കിൽ ഒരു സിസ്റ്റമിക് സപ്പോർട്ട്. അത് ഈ ഒരു സ്പോർട്സ് താരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കുറേ നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്, ഈ മെഡൽ നേട്ടത്തിൻ്റെ ഒരു പട്ടികയൊക്കെ ഒളിമ്പിക്സിലാണെങ്കിലും മറ്റ് ഗെയിംസിലൊക്കെ ആണെങ്കിലും നിരത്തുമ്പോൾ ഇന്ത്യ പുറകിലേക്ക് പോകുന്നു എന്നൊരു വിമർശനം വരും. അത് ഇവിടുത്തെ ഒരു സിസ്റ്റമിക് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടല്ലേ? ഒരു കാലത്ത് അതായിരുന്നു, പക്ഷേ ഇന്ന് അത് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം നമ്മളുടെ ഗവൺമെൻറ് ആണെങ്കിലും ഈ ഗ്രാസ് റൂട്ട് ലെവൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഖേലോ ഇന്ത്യ പ്രോജക്ട്സ് പോലെയുള്ള ഇഷ്ടംപോലെ സീനിയർ ലെവലാണെങ്കിൽ ടോപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്ട്സ് ഒക്കെ ഉള്ള കാരണം നമ്മൾ ഇഷ്ടംപോലെ അത്ലീറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനും കണ്ടെത്താനും ഒക്കെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട്. കാരണം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഒട്ടും പൈസയൊന്നും വേണ്ടാത്ത ഒരു മേഖല, പക്ഷേ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണിത്. നമ്മൾ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യാനും കോമ്പറ്റീഷന് പോകുമ്പം 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം, കാരണം അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ അതുപോലെ പിന്നെ നമ്മുടെ എക്യുപ്മെൻറ്റ് ഒരു സ്പൈക്സിന് തന്നെ ഇന്ന് 12,000 രൂപയാണ്. നമുക്ക് 2-3 മാസം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലോങ് ജമ്പേഴ്സിന് ലോങ് ജമ്പ് വേണം, സ്പ്രിൻറ്റ് വേണം, ട്രിപ്പിൾ ജമ്പും വേണം. 3 സ്പൈക്സ് അറ്റ് എ ടൈം വേണം. മന്ത്ലി ഷൂ അല്ലെങ്കിൽ 2-3 മന്ത്സ് കൂടുമ്പോൾ ഷൂ മാറ്റണം. അതും ഒരു 10,000 എബോവ് ആവും. അപ്പാരൽസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം ഇറ്റ്സ് എ എക്സ്പെൻസീവ് ഫീൽഡ് ആക്ച്വലി. അതിനനുസരിച്ച് നമുക്ക് സപ്പോർട്ട് കിട്ടണം. പക്ഷേ ഇന്ന് നമ്മൾ ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ്. നമ്മൾ ഇത് ഒരു ലെവലിനപ്പുറത്തേക്ക് നമുക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഈ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ഈ ഒരു കായിക മേഖലയിൽ സ്ഥിരം കാണുന്ന വാർത്തകളുണ്ട്, ഈ പാവപ്പെട്ട കുട്ടികൾ സപ്പോർട്ടില്ലാതെ പോകുന്നു എന്നുള്ളത്. കേരളത്തിൽ അതിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? കേരളത്തിൽ നമ്മൾക്ക് ഇഷ്ടംപോലെ സ്പോർട്സ് ഹോസ്റ്റലുകളും അല്ലെങ്കിൽ കൗൺസിലിൻ്റെ തന്നെ സപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതി അറിയാമല്ലോ. നമ്മുടെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഇതിലേക്ക് വന്നു വിടും, ബാക്കിയുള്ളവർ സഫർ ചെയ്യും. അത് എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു സിസ്റ്റം നമുക്ക് എത്രമാത്രം ട്രൈ ചെയ്താലും ഒരു പരിധി വരെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള എനിക്ക് തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒപ്പം ചെയ്തിരുന്ന പല കുട്ടികളും, എന്നെപ്പോലെ കഴിവുണ്ടായിരുന്ന കുട്ടികൾക്ക് ഒരു ലെവൽ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മുഖ്യ കാരണം മണി മാത്രമല്ല, നല്ല കോച്ചിങ് സപ്പോർട്ടും മൊത്തം സിസ്റ്റത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരികയാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം തന്നെ ഈ സ്കൂളുകളിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ, അതായത് ഈ PT പീരീഡിൽ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അധ്യാപക ദിനമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ആചരിച്ചു. അപ്പോൾ ഈ ഒരു അധ്യാപക ദിനത്തിൽ അധ്യാപകരുടെ കാഴ്ചപ്പാട് മാറുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ലെവലിൽ കൂടുതൽ പ്രഗത്ഭരാകുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനം കൂടുതലുണ്ട്. പക്ഷേ ഈ കളിക്കാൻ താല്പര്യപ്പെടുമ്പോൾ ആ പീരീഡ് ഇല്ലാതാക്കുന്നു. ആ ഒരു രീതിയിലൂടെ ഒരു മാറ്റം, അധ്യാപകർ കൂടി ഇവരെ കൂടുതൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരാണെങ്കിൽ പോലും കൂടുതൽ കുട്ടികൾ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു അനിവാര്യത വളരെ അത്രയ്ക്കും ആവശ്യമായി നിൽക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇത്? തീർച്ചയായിട്ടും. കാരണം പേരൻസ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അവരുടെ ടീച്ചേഴ്സാണ്. അപ്പോൾ ടീച്ചേഴ്സ് നമ്മളോട് എപ്പോഴും പറയുന്നത് എന്താ, നിങ്ങൾ പഠിച്ച് വളരുന്നതാണ് പറയുന്നത്. പക്ഷേ കളിച്ച് വളരുന്ന പറയുന്ന ഒരു ടീച്ചറിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ ജിമ്മി ജോർജ് ആണെങ്കിൽ പോലും MBBS കളഞ്ഞിട്ടാണ്, സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന MBBS കളഞ്ഞിട്ടാണ് വോളിബോൾ കളിക്കാൻ വന്നത്. അപ്പം ഇതുപോലുള്ള പ്രതിഭകളുണ്ട്. പക്ഷേ അവരെ പഠിക്കാൻ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ജിമ്മി ജോർജ് എന്നുള്ള പ്ലെയറെ നമുക്ക് കിട്ടില്ലായിരുന്നു.
അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിക്കാൻ സഹായിക്കുക. പഠിത്തം ഇതിൻ്റെ ഒപ്പം, കാരണം സ്പോർട്സ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് നോളജ് വേണം. പഠിത്തം അത്യാവശ്യമാണ്, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ കഴിവുള്ള കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് സ്പോർട്സിലേക്കോ ആർട്സിലേക്കോ എന്തിലേക്കൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് സ്പോർട്സ് ഇത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അല്ല, ഇത് കരിക്കുലർ, അതായത് നമ്മുടെ കരിക്കുലത്തിൻ്റെ ഒരു ഭാഗം തന്നെയാക്കണം. അതിനുവേണ്ടി സെൻട്രൽ മിനിസ്ട്രി ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം സക്സസ്ഫുള്ളായിട്ട് വരും, അല്ലെ എത്ര സമയമെടുക്കും എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് പഠിത്തവും അല്ലെങ്കിൽ ബ്രെയിൻ മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ, നമ്മളുടെ ഹോൾ ബോഡിയും കൂടെ ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഈ നമ്മൾ ഇന്നുണ്ടാക്കുന്ന കാശ് മൊത്തം നമ്മൾ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ മൊത്തം ഹോസ്പിറ്റലിൽ കൊണ്ട് ചിലവാക്കേണ്ട ഒരു അവസ്ഥ വരും. മെഡൽ മാത്രമല്ല, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാത്രമല്ല സ്പോർട്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജനത കൂടിയാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. സ്കൂളിൽ നിന്ന് തന്നെ അത് തുടങ്ങണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കാലഘട്ടത്തിൻ്റെ തന്നെ വലിയൊരു ആവശ്യമാണ് ഇപ്പോൾ അഞ്ജു ബോബി ജോർജ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ആരോഗ്യത്തെപ്പറ്റിയും ഈ വളരെയധികം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തൊക്കെ ഒരു വ്യക്തിയുടെ ആരോഗ്യം, ഇമ്മ്യൂണിറ്റി ഒക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ്. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു മത്സരം അല്ലെങ്കിൽ ഒരു രാജ്യാന്തര തലത്തിലുള്ളൊരു മത്സരത്തിനപ്പുറം ഓരോ വ്യക്തികളുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിനൊക്കെ ഏറ്റവും അത്യാവശ്യമായ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ തന്നെ നമ്മൾ ഈ കാലയളവിലൊക്കെ ചർച്ച ചെയ്തതുപോലെ ഈ ഒരു കായിക വിദ്യാഭ്യാസം പ്രത്യേകിച്ചും സ്കൂൾ തലത്തിൽ തന്നെ കൂടുതൽ സ്പോർട്സിനെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന തലത്തിലേക്ക് ഉയരട്ടെ. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തർക്കും, സമൂഹത്തിലെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരെന്ന നിലയിൽ ഓരോരുത്തർക്കും അതിന് നമുക്ക് പരിശ്രമിക്കാം. ആ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അനിവാര്യമാണ്. ഏറ്റവും അധികം ഓരോരുത്തർക്കും നമുക്കതിനായി ചെയ്യാവുന്ന രീതിയിലേക്ക് മാറാം. ഈ ഒരു മാറ്റമൊക്കെ വന്ന് നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായവും നല്ല സ്പോർട്സ്മാൻമാരെയും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇനിയുള്ള കാലങ്ങൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദ മെട്രോ ഗസറ്റ്, ബംഗളൂരു. സോവിയറ്റ് സേനയുടെ പിന്മാറ്റത്തെ തുടർന്ന് 1990കളുടെ തുടക്കത്തിൽ ഉത്തര പാകിസ്ഥാനിൽ രൂപം കൊണ്ട സംഘടനയാണ് താലിബാൻ. പാശ്ചാത്യ ഭാഷയിൽ താലിബാൻ എന്നാൽ വിദ്യാർത്ഥികൾ എന്നാണ് അർത്ഥം. അധികാരത്തിൽ വന്നാൽ ഇസ്ലാമിക നിയമങ്ങൾക്കും ശരിയ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങൾക്കും അനുസൃതമായി സമാധാനവും സുരക്ഷയും നടപ്പാക്കും എന്നായിരുന്നു താലിബാന്റെ വാഗ്ദാനം. തെക്കു പടിഞ്ഞാറൻ അഫ്ഗാൻ കേന്ദ്രീകരിച്ചു പ്രവർത്തിച്ചിരുന്ന താലിബാൻ വളരെ വേഗം സ്വാധീനവലയം വർദ്ധിപ്പിച്ചു. 1995 സെപ്റ്റംബറിൽ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഹെറാത്ത് പ്രവിശ്യ താലിബാൻ കീഴടക്കി. സോവിയറ്റ് സേനയ്ക്കെതിരെ പോരാടിയ അഫ്ഗാൻ മുജാഹിദിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായ പ്രസിഡന്റ് ബുറാനുദ്ദീൻ റബ്ബാനിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കി കൃത്യം ഒരു വർഷത്തിനു ശേഷം അഫ്ഗാന്റെ തലസ്ഥാനമായ കാബൂളും താലിബാൻ പിടിച്ചെടുത്തു. 1998ഓടെ അഫ്ഗാനിസ്ഥാന്റെ 90% മേഖലകളും താലിബാന്റെ നിയന്ത്രണത്തിലായി. സോവിയറ്റ് സേനയെ പുറത്താക്കിയതും ഭരണകൂട അഴിമതിക്ക് കൂച്ചുവിലങ്ങിട്ടതും ആദ്യമൊക്കെ താലിബാനെ ജനങ്ങൾക്ക് പ്രിയങ്കരമാക്കിയെങ്കിലും അത് അധികകാലം നീണ്ടുനിന്നില്ല. താലിബാൻ നടപ്പിലാക്കിയ ക്രൂര നിയമ സംവിധാനങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കി. ഷറിയ നിയമത്തിന് തങ്ങളുടേതായ വിവർത്തനം നൽകിയ താലിബാൻ പൊതു ഇടങ്ങളിൽ വധശിക്ഷ പതിവാക്കി. പുരുഷന്മാർ ദീക്ഷ വളർത്തിയേ പുറത്തിറങ്ങാവൂ. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും പർദ്ദ ധരിച്ചിരിക്കണം. 10 വയസ്സിനുമേലുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം താലിബാൻ നിർത്തലാക്കി. ടിവിയും പാട്ടും സിനിമയും എല്ലാം അഫ്ഗാനിൽ നിരോധിച്ചു. 2001 സെൻട്രൽ അഫ്ഗാനിസ്ഥാനിലെ പ്രശസ്തമായ ബമിയൻ ബുദ്ധ സ്റ്റാച്യു തകർത്തത് താലിബാൻ ഭരണത്തിന്റെ മറ്റൊരു കറുത്ത അധ്യായമായിരുന്നു. ഇങ്ങനെ കിരാത നിയമങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു 1996-2001 കാലയളവിലെ താലിബാൻ ഭരണം. താലിബാന്റെ സ്രഷ്ടാക്കൾ പാകിസ്ഥാനാണെന്ന ആരോപണം അവർ എപ്പോഴും നിഷേധിക്കാറുണ്ട്. എന്നാൽ ആദ്യകാലത്ത് അഫ്ഗാൻ സംഘടനയിൽ ചേർന്ന ആളുകളിൽ പലരും പാകിസ്ഥാനിലെ മദ്രസകളിൽ പഠനം നടത്തിയവരാണെന്ന സംശയം ഇപ്പോഴും ബാക്കിയാണ്. ആദ്യം അധികാരത്തിലേറിയപ്പോൾ താലിബാനെ അനുകൂലിച്ച 3 രാജ്യങ്ങളിൽ സൗദി അറേബ്യയ്ക്കും UAE-ക്കുമൊപ്പം പാകിസ്ഥാനും ഉണ്ടായിരുന്നു. താലിബാനുമായി ഏറ്റവും ഒടുവിൽ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതും പാകിസ്ഥാനായിരുന്നു. ലോകമെമ്പാടും കുപ്രസിദ്ധി നേടിയ പാക് താലിബാന്റെ തീവ്രവാദ ആക്രമണമായിരുന്നു 2012 ഒക്ടോബറിൽ സ്കൂൾ കുട്ടിയായിരുന്ന മലാല യൂസഫ്സായിക്ക് വെടിയേറ്റത്. പെഷാവർ സ്കൂൾ കൂട്ടക്കൊലയ്ക്ക് ശേഷം നടന്ന സൈനിക നടപടിയോടെ പാക് താലിബാന്റെ ശക്തി കാര്യമായി കുറഞ്ഞു.
പാക് താലിബാന്റെ നേതാവായ ഹക്കിമുല്ല മെഹസൂദ് ഉൾപ്പെടെ 3 പ്രധാന നേതാക്കളാണ് 2013 US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2001 സെപ്റ്റംബർ 11 നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തോടെയാണ് അഫ്ഗാൻ താലിബാൻ വീണ്ടും ലോകരാജ്യങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായത്, പ്രത്യേകിച്ച് അമേരിക്കയുടെ. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ ഉത്തരവാദികളായ അൽഖ്വയ്ദയ്ക്കും നേതാവ് ഒസാമ ബിൻ ലാദനും സഹായവും താവളവും നൽകിയെന്നായിരുന്നു ആരോപണം. 2001 ഒക്ടോബർ 7 അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം അഫ്ഗാനിസ്ഥാനിൽ ആക്രമണത്തിന് തുടക്കമിട്ടു. ഡിസംബർ ആദ്യവാരത്തോടെ തന്നെ താലിബാൻ ഭരണകൂടം നിലംപൊത്തി. തുടർന്നുണ്ടായ സൈനിക നടപടികളിൽ താലിബാന്റെ അന്നത്തെ നേതാവ് മുല്ല മുഹമ്മദ് ഉമർ, അൽഖ്വയ്ദയുടെ നേതാവ് ഒസാമ ബിൻ ലാദൻ തുടങ്ങി മറ്റു പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം വധിച്ചു. പലായനം ചെയ്ത നിരവധി നേതാക്കൾ പാകിസ്ഥാൻ നഗരമായ ക്വേട്ടയിൽ അഭയാർത്ഥികളായി കഴിഞ്ഞു. എന്നാൽ അമേരിക്ക ഉൾപ്പെടുന്ന സഖ്യസേനകളുടെ സാന്നിധ്യം വർഷങ്ങളോളം ഉണ്ടായിരുന്നിട്ടും പതിയെ താലിബാൻ തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ തുടങ്ങി. നിരവധി ആക്രമണങ്ങൾ താലിബാൻ കബൂളിൽ നടത്തി. 2012 സെപ്റ്റംബറിൽ ബേഷ്യൻ നാറ്റോ ബേസ് ക്യാമ്പിൽ നടത്തിയ റെയ്ഡ് ഇതിൽ പ്രധാനമാണ്. 2013 താലിബാൻ ഖത്തറിൽ ഓഫീസ് തുറന്നതോടെയാണ് സമാധാന ഉടമ്പടിക്കുള്ള വിലപേശൽ തുടങ്ങുന്നത്. എന്നാൽ ഇരുകൂട്ടരും തമ്മിലുള്ള വിശ്വാസക്കുറവ് മൂലം ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. 2015 ഓഗസ്റ്റിൽ തലവൻ മുല്ല ഉമറിന്റെ മരണം 2 വർഷത്തോളം മൂടിവച്ചിരുന്നതായി താലിബാൻ സമ്മതിച്ചു. തുടർന്ന് മുല്ല മൻസൂറിനെ പുതിയ നേതാവായി തിരഞ്ഞെടുത്തു. 2001 പതനത്തിനു ശേഷം താലിബാൻ പ്രധാനപ്പെട്ട പ്രവിശ്യ തലസ്ഥാനമായ കുണ്ടൂസ് പിടിച്ചെടുത്തതും ഈ സമയത്ത് തന്നെയാണ്. 2016 മെയിലെ ഡ്രോൺ ആക്രമണത്തിൽ മുല്ല മൻസൂറിനെയും അമേരിക്ക വധിച്ചു. 2020 ഫെബ്രുവരിയിലാണ് വീണ്ടും താലിബാനുമായുള്ള സമാധാന ചർച്ചകൾ തുടങ്ങിയത്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം ക്രമേണ പിൻവലിക്കും എന്ന് താലിബാന് വാക്കുകൊടുത്തു. താലിബാനാകട്ടെ നഗരങ്ങളെയും മിലിറ്ററി ഔട്ട്പോസ്റ്റുകളെയും ആക്രമിക്കുന്ന രീതിയിൽ നിന്നും മാറി വിവിധ സ്ഥാനങ്ങളിലുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ചു വധിക്കാൻ തുടങ്ങി. അന്താരാഷ്ട്ര സഹായമില്ലാതെ താലിബാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് അഫ്ഗാൻ സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് മുഴുവൻ സൈനികരെയും പിൻവലിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ 2021 ഏപ്രിലിൽ പ്രഖ്യാപിച്ചു. ഇത് താലിബാൻ കാത്തിരുന്ന അവസരമായിരുന്നു. അമേരിക്ക പൂർണ്ണമായി മടങ്ങാൻ കാത്തുനിൽക്കാതെ തന്നെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കാനുള്ള ആക്രമണങ്ങൾ തുടങ്ങി. 2021 ഓഗസ്റ്റ് 6 ആദ്യ പ്രവിശ്യ നഗരം പിടിച്ചെടുത്ത താലിബാൻ ഓഗസ്റ്റ് 15 ആയപ്പോഴേക്കും തലസ്ഥാനമായ കാബൂളിന്റെ പടിവാതിൽക്കലെത്തി. വെറും 10 ദിവസമാണ് താലിബാന് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കാൻ വേണ്ടി വന്നത്. താലിബാൻ ഭരണത്തെ ആശങ്കയോടെയാണ് അഫ്ഗാൻ ജനതയും ലോകരാജ്യങ്ങളും നോക്കിക്കാണുന്നത്. ആദ്യം ഭരണത്തിൽ വന്നപ്പോൾ കാണിച്ച ക്രൂരതകൾ വീണ്ടും ആവർത്തിക്കുമോ എന്ന ഭയം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. വനിതകൾക്ക് പഠിക്കാനും ജോലി ചെയ്യാനും ഇസ്ലാമിക ഷെറിയ നിയമങ്ങൾക്കനുസൃതമായി അവസരം ഒരുക്കുമെന്ന് താലിബാൻ മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും അത് പ്രാവർത്തികമാക്കുമോ എന്ന് കാത്തിരുന്നു കാണണം. എല്ലാ രാജ്യങ്ങളും അവരവരുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നു. എന്നാൽ എത്ര അഫ്ഗാൻ പൗരന്മാർക്ക് രാജ്യം വിടാൻ സാധിക്കും? ലോകരാജ്യങ്ങളോട് അഫ്ഗാൻ അഭയാർത്ഥികളെ സ്വീകരിക്കണം എന്ന് UN പറയുന്നുണ്ടെങ്കിലും എത്ര പേരെ ഓരോ രാജ്യവും ഉൾക്കൊള്ളുമെന്നതും വലിയൊരു ചോദ്യമാണ്. നമ്മുടെ ലോകം ഈ അവസ്ഥയിൽ എത്ര നാൾ തുടരും? ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അപ്രതീക്ഷിതവും അസാധാരണവുമായ തോതിൽ കാട്ടുതീയും പ്രളയ ദുരന്തങ്ങളും വർദ്ധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രവചനാതീതമാകുന്നു. ഇത് ഭാവിയിൽ നാം നേരിടാൻ പോകുന്ന വലിയ അപകടത്തിന്റെ സൂചനയാണ്. ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ മാറ്റത്തിന്റെയും ആശങ്കയുളവാക്കുന്ന നാൾവഴികൾ നിരത്തിയാണ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അഥവാ IPCC പുതിയ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത്. ആഗോള താപനത്തിന്റെ വർധന 1.5 ഡിഗ്രി സെൽഷ്യസിന് താഴെയാക്കി നിലനിർത്തുക എന്ന സ്വപ്ന ലക്ഷ്യം 2040 ആകുമ്പോഴേക്കും കൈവിട്ടു പോകുമെന്നാണ് മുന്നറിയിപ്പ്. കാലാവസ്ഥാ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് താപന നിരക്കിന്റെ പരിധി 2030കളിൽ തന്നെ ലംഘിക്കപ്പെടുമെന്ന് IPCC വ്യക്തമാക്കുന്നു.
2100 ആകുമ്പോഴേക്കും ഇത് 2 ഡിഗ്രിക്ക് മീതെയാകും. ആഗോള താപനം വർദ്ധിപ്പിക്കുന്ന കാർബൺ ബഹിർഗമനം കർശനമായി കുറച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ആപത്താണിത്. രൂക്ഷമായ കാലാവസ്ഥാ പ്രതിസന്ധിയുണ്ടായാൽ മനുഷ്യജീവിതം ദുസ്സഹമാകും. മറ്റു സമുദ്രങ്ങളെക്കാൾ കൂടുതലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ താപന നിരക്ക്. ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും 17 സെന്റിമീറ്റർ വീതം കടൽ കരയിലേക്ക് കയറാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കാർബൺ ബഹിർഗമനം കുറച്ചില്ലെങ്കിൽ 2100 ആകുമ്പോൾ സമുദ്ര ജലനിരപ്പ് 40 സെന്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ ഉയരാം. ഉഷ്ണവാതങ്ങളും പ്രളയങ്ങളും വരും കാലങ്ങളിൽ ഇന്ത്യയിൽ വർദ്ധിക്കും. രാജ്യത്തിന്റെ IT തലസ്ഥാനം ഉദ്യാന നഗരി എന്ന വിശേഷണങ്ങൾക്കപ്പുറം ബംഗളൂരുവിനെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് നഗരത്തിലെ കാലാവസ്ഥയാണ്. അധികം ചൂടോ തണുപ്പോ ഇല്ലാതെ താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ നഗരം. എന്നാൽ ഇത് എത്ര നാൾ തുടരും? ഗാർഡൻ സിറ്റിക്ക് ചൂടേറുകയാണ്. ശരിയായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വരും നാളുകളിൽ ഇത് ഇനിയും വർദ്ധിക്കും. 1997 ഏപ്രിലിൽ നഗരത്തിലെ ശരാശരി താപനില 26 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കുറഞ്ഞ താപനില 21 ഡിഗ്രിയും കൂടിയ താപനില 32 ഡിഗ്രിയും. എന്നാൽ 2017 ഏപ്രിൽ ആയപ്പോഴേക്കും കൂടിയ താപനില 36 ഡിഗ്രിയായി ഉയർന്നു. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വാതകങ്ങളാണ് പ്രധാന കാരണം. മഴയുടെ അളവ് നോക്കിയാൽ 1997 ഏപ്രിലിൽ 10 മില്ലിമീറ്റർ മഴ പെയ്തു. 2017 ആയപ്പോഴേക്കും അത് 4 മില്ലിമീറ്ററായി കുറഞ്ഞു. 2015 പാരീസ് കാലാവസ്ഥ ഉച്ചകോടിയിൽ ലോകം മുഴുവൻ ആഗോളതാപനം 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിർത്തണം എന്ന തീരുമാനത്തിലേക്ക് ലോകരാജ്യങ്ങൾ എത്തിച്ചേരാൻ കാരണം കുറഞ്ഞ കാലയളവിനുള്ളിലെ ഈ പ്രകടമായ വ്യത്യാസങ്ങളാണ്. ഈ തീരുമാനത്തിനനുസൃതമായി ബംഗളൂരു നഗരത്തിലെ ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിർത്തുമെന്ന് BBMP പ്രഖ്യാപിച്ചിരുന്നു. കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ വേണ്ട നടപടി കൈക്കൊള്ളുമെന്നും 2050ഓടെ ഇത് സാധ്യമാകുമെന്നുമാണ് BBMPയുടെ നിലപാട്. 2030ഓടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. 2021 നവംബറിൽ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന COP26 ഉച്ചകോടിക്ക് മുന്നോടിയായി പുതിയ IPCCയുടെ പഠന റിപ്പോർട്ട് വന്നത് വളരെ പ്രാധാന്യത്തോടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഭൂമിയുടെയും മനുഷ്യന്റെയും നിലനിൽപ്പിനായി പുതിയ തീരുമാനങ്ങളും ഉറപ്പുകളും അതിലുപരി നടപടികളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം നല്ല നാളേക്കായി നമ്മളെ കൊണ്ടാകും വിധം ആഗോളതാപനം കുറയ്ക്കാനുള്ള പ്രവൃത്തികൾ വ്യക്തിപരമായും സജീവമാക്കാം. ഇവിടുന്ന് പോയ നാട് വരെ ഞങ്ങൾക്കൊന്നും സംസാരിക്കൽ പോലും ഇല്ല. കാരണം അവർ എല്ലാം കഴിഞ്ഞിട്ട് അവർ പോകുന്നതാണ്, ബാംഗ്ലൂർ വിട്ട് പോകുന്നത്, തിരിച്ചൊരു വരവില്ല. അന്നേരം പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ IT മേഖലയിൽ വർക്ക് ചെയ്ത ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ടൈമിൽ പോയി സംതോഷത്തോടെ പോയി, രണ്ടാമത്തെ ടൈമിൽ പോയി അവർ കഷ്ടത്തോടെ പോവാണ്. ഞങ്ങൾ ഇനി തിരിച്ചു വരാൻ പറ്റുമോ? ഞങ്ങളോ വിഷമത്തിലാണ്, ടാക്സി ഫീൽഡിലെ ആൾക്കാരോ കഷ്ടത്തിലാണ്. പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെക്കാട്ടി ഭയങ്കര കഷ്ടത്തിലാണ് അവരുള്ളത്. നാളെ പ്രതീക്ഷയുണ്ട് എന്നുള്ള ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. IT തിരിച്ചു വരും, അവർ ഇനി ഒന്നെന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങണം. വന്ന് ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്ന സമയത്ത് ആദ്യം ഇവിടുന്ന് ബാംഗ്ലൂർ നാട്ടിലേക്ക് പോയ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബസ്സൊന്നും ഇല്ല. അപ്പം ഞങ്ങളുടെ ടാക്സിയാണ് മാത്രം എല്ലാവർക്കും പോകാൻ വേണ്ടിയുള്ള മാർഗ്ഗം ഉണ്ടായിരുന്നത്. അന്നേരം പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ IT മേഖലയിൽ വർക്ക് ചെയ്ത ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ലോക്ക്ഡൗൺ ആണ്, ഇനി ജോലിയില്ല, കുറച്ച് നാളത്തേക്ക് വർക്ക് ഫ്രം ഹോമാണ്. എന്നാൽ അവർ ജോലി വിട്ടു പോകില്ല, അവർക്ക് സ്വന്തം നാട്ടിലേക്ക് സ്വന്തം വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത്. നാട്ടിലിരിക്കുക, നാട്ടിൽ ഫുഡ് കഴിക്കുക, അങ്ങനെ ആ സന്തോഷത്തോടാണ് അവർ പോയത്. അവരിപ്പോൾ തിരിച്ചു വന്നിട്ടില്ല, അത് വേറെ ഇതാണ്. ആ പോയ സന്തോഷം ഒന്ന് അവർക്കുണ്ടായിരുന്നു.
ആ ഫസ്റ്റ് ഘട്ട ലോക്ക്ഡൗൺ അങ്ങനെയാണ്. രണ്ടാം ഘട്ട ലോക്ക്ഡൗണിൽ ഞങ്ങൾ മീറ്റ് ചെയ്ത ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ബേക്കറി നടത്തുന്നവർ, മൊബൈൽ ഷോപ്പ് നടത്തുന്നവർ, പല ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ഓൾറെഡി ബാംഗ്ലൂർ സെറ്റിലായവരാണ്. IT-ക്കാർ വന്നു പോകുന്നവരാണ്. അവർ ഓൾറെഡി ബാംഗ്ലൂർ സെറ്റിലായവർ, അവർ മക്കളോട് പഠിക്കുന്നുണ്ട്, ഒരു ഭാവി മുന്നിൽ കണ്ട് നിന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ഈ ഒരു സിറ്റുവേഷനിൽ അവരും ഇവിടുന്ന് പോവുക. അവർ പോകുമ്പോൾ ഞങ്ങൾ സെക്കൻഡ് ടൈമിൽ ഞങ്ങൾ മീറ്റ് ചെയ്ത് അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കഷ്ടം, ആ പോകുന്ന ആൾക്കാരുടെ കഷ്ടം, ഫസ്റ്റ് ടൈമിൽ പോയി സന്തോഷത്തോടെ പോയി, രണ്ടാമത്തെ ടൈമിൽ പോയി അവർ കഷ്ടത്തോടെ പോവാണ്. ഞങ്ങൾ ഇനി തിരിച്ചു വരാൻ പറ്റുമോ, എന്നാൽ അടുത്ത ലോക്ക്ഡൗണിൽ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ചു വരാൻ പറ്റും, പഴയതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റും, ഞങ്ങൾ വർഷങ്ങളായി സമ്പാദിച്ച സമ്പാദ്യമെല്ലാം ഞങ്ങൾ പരമാവധി അവർ ശ്രമിച്ചു നോക്കി പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനത്തെ ആൾക്കാരാണ്. ഈ 2 ഘട്ടം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3ാമത്തെ ഘട്ടം ആൾക്കാരെന്ന് വെച്ചാൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടകരമായ. ഞങ്ങളോ വിഷമത്തിലാണ്, ടാക്സി ഫീൽഡിലെ ആൾക്കാരോ കഷ്ടത്തിലാണ്, പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെക്കാട്ടി ഭയങ്കര കഷ്ടത്തിലാണ് അവരുള്ളത്. ഈ 3ാമത്തെ ഘട്ടത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ വന്ന് പരമാവധി നോക്കി ഞങ്ങൾക്ക് എത്രമാത്രം ശ്രമിച്ച് ഞങ്ങൾ ജീവിക്കാൻ പറ്റും നോക്കി, പറ്റാതെ ആയിട്ട് ഇവിടെയുള്ള കടകളും വിറ്റ് വീട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ സാധനവും നാട്ടിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത്ര സാധനം കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ കോസ്റ്റിൽ നോക്കുമ്പോൾ അവർക്ക് വേണ്ട, ഇവിടെ തന്നെ അവർ എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും വിറ്റിട്ട്, അത് ഞങ്ങൾ തന്നെ പറയും ഇന്ന സാധനം കൊടുക്കാനുണ്ട്, കൊടുത്തിട്ട് ഞങ്ങൾ പോവാണ്, ഞങ്ങൾക്കൊരു വണ്ടി വേണം, നാട്ടിലേക്ക് പോകുമ്പോൾ എത്ര പൈസയാകും, അത് 4 ആളോട് ചോദിച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ആര് തരുന്നു ആ വണ്ടി എടുത്തിട്ട് അവർ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ വേറെ. ആ പോകുന്നവർ ഇവിടുന്ന് പോയാൽ നാട് വരെ ഞങ്ങളടുത്തൊന്നും സംസാരിക്കൽ പോലും ഇല്ല. കാരണം അവർ എല്ലാം കഴിഞ്ഞിട്ട് അവർ പോകുന്നതാണ്, ബാംഗ്ലൂർ വിട്ട് പോകുന്നത്, തിരിച്ചൊരു വരവില്ല, സമ്പാദ്യം എല്ലാം വിറ്റിട്ട് പോകുന്നവർ. അങ്ങനെ 3 ഘട്ടത്തിലെ ആൾക്കാരാണ്. IT-ക്കാർ, ഒരു കട നടത്തിക്കുന്ന ആൾക്കാർ, പിന്നെ എല്ലാം പ്രതീക്ഷ ഇവിടെ നിന്ന് അവസാന പ്രതീക്ഷ കൈവടിഞ്ഞ് പോകുന്ന ആൾക്കാർ. അങ്ങനെ 3 ഘട്ടത്തിലെ ആൾക്കാരാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഞങ്ങളുടെ കഷ്ടം കൊണ്ട് ഞങ്ങൾ കാണണം. അങ്ങനെ കുറേ പേര് ഞങ്ങൾ കൊണ്ടുവിട്ട് ക്യാഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് കൊണ്ടുവിട്ട ആൾക്കാർ കുറേ പേര്, ഞങ്ങൾ ഈ ടാക്സി ഫീൽഡിൽ കുറേ പേര് ചെയ്തിട്ടുണ്ട്. അത് ഒരു മനസ്സ്, എല്ലാവരും ഓരോ മനസ്സിന് വേണ്ടി ചെയ്ത് അത്ര തന്നെ. ഈ 3 ഘട്ടത്തിലുള്ള ആൾക്കാരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫീൽഡിലുള്ള വിഷമം ഒന്നുമല്ല, ഞങ്ങൾക്ക് നാളെ പ്രതീക്ഷയുണ്ട് എന്നുള്ള ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. IT തിരിച്ചു വരും, അവർ ഇനി ഒന്നെന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങണം. വന്നതിന് ശേഷം ഒരു വീട് തുടങ്ങി, കടയാണെങ്കിൽ അതിന് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു, അത് കൊടുത്ത പൈസ മേടിക്കാണ്ട് പോയ ആൾക്കാരുണ്ട്. ഇവിടുത്തെ ഓണർമാരെങ്കിലും കൊടുക്കാനില്ല ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പോയ ആൾക്കാരാണ്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളുടെ വിഷമം അത്രമാത്രം ഉണ്ടോ, എന്നാൽ ഞങ്ങളുടെ വിഷമം ഞങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ട് അവരുടെ സങ്കടത്തോട് ഞങ്ങൾ ചേർന്ന് ജോയിൻ ചെയ്തിട്ട് ഞങ്ങളങ്ങ് പോവുക ചെയ്യുന്നത്. ഇത്ര ആളും പോയതിൽ JRD ടാറ്റയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ടാറ്റ എയർലൈൻസിലൂടെയാണ് ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിന് തുടക്കമാകുന്നത്. രാജ്യത്തെ ആദ്യ സിവിൽ ഏവിയേഷൻ പൈലറ്റ് എന്ന ബഹുമതിയും അന്ന് JRD ടാറ്റയ്ക്ക് സ്വന്തം. 1932 ഒക്ടോബർ 15 കറാച്ചിയിൽ നിന്ന് ബോംബെയിലെ ജുഹു എയർ സ്ട്രിപ്പിലേക്ക് JRD ടാറ്റ പറത്തിയ ടാറ്റ എയർലൈൻസ് വിമാനം പറന്നിറങ്ങിയതോടെ ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ സിവിൽ ഏവിയേഷന്റെ കഥ ആരംഭിക്കുകയാണ്. അടുത്ത 5 വർഷം കൊണ്ട് ടാറ്റ എയർലൈൻസിന്റെ വരുമാനം 66,000 രൂപയിൽ നിന്ന് 6 ലക്ഷമായി ഉയർന്നു. 1946 ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യയായി പുനർനാമകരണം ചെയ്ത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കി. ഇന്ത്യ പാക് വിഭജന സമയത്ത് ഇരുപക്ഷത്തേക്കും നിരവധി അഭയാർത്ഥികളുമായി എയർ ഇന്ത്യ പറന്നിറങ്ങി. ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിനെ ജനപ്രിയമാക്കിക്കൊണ്ട് എയർ ഇന്ത്യക്ക് ടാറ്റ തന്നെ ചുക്കാൻ പിടിച്ചു.
1948 കമ്പനിയുടെ 49% ഓഹരികൾ കേന്ദ്ര സർക്കാർ വാങ്ങി. എയർ ഇന്ത്യ ഇന്റർനാഷണൽ എന്ന പേരിൽ രാജ്യാന്തര സർവീസുകൾ ആരംഭിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. 1953 എയർ കോർപ്പറേഷൻ ആക്ട് നിലവിൽ വന്നതോടെ എയർ ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടു. എയർ ഇന്ത്യ ഇന്റർനാഷണൽ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ 2 കമ്പനികളായി എയർ ഇന്ത്യ മാറി. ഈ 2 കമ്പനികൾക്കും നേതൃത്വം നൽകാൻ സർക്കാർ തിരഞ്ഞെടുത്തതും JRD ടാറ്റയെ തന്നെയായിരുന്നു. അടുത്ത 25 വർഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എയർ ഇന്ത്യ വളർന്നുകൊണ്ടേയിരുന്നു. വളരെ കരുതലോടെ തന്നെ ടാറ്റ കമ്പനിയുടെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകി. 1962 എയർ ഇന്ത്യ ഇന്റർനാഷണൽ എന്ന പേര് വീണ്ടും എയർ ഇന്ത്യ ആക്കി മാറ്റി. സിംഗപ്പൂർ എയർലൈൻസ് ആരംഭിക്കാൻ സഹായം നൽകിയതും എയർ ഇന്ത്യ ആയിരുന്നു. ലോകോത്തര നിലവാരം കാത്തുസൂക്ഷിച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭകരമായിരിക്കുമെന്ന് എയർ ഇന്ത്യയുടെ പ്രവർത്തന മികവിലൂടെ JRD ടാറ്റ രാജ്യത്തിന് കാണിച്ചു തന്നിരുന്നു. ൽ മൊറാർജി ദേശായി സർക്കാർ JRD ടാറ്റയെ എയർ ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി. ആ തീരുമാനം അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നപ്പോൾ JRD ടാറ്റയെ വീണ്ടും ബോർഡ് അംഗമായി ഉൾപ്പെടുത്തി. 1986 വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നു. അതേ വർഷം തന്നെ രത്തൻ ടാറ്റ എയർ ഇന്ത്യയുടെ ചെയർമാനായി. എയർ ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയർ കാര്യമായി ഇടിഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിലെ കാലതാമസവും രാഷ്ട്രീയ ഇടപെടലുകളും യാത്രക്കാരുടെ പരാതികളും നടപ്പിലാക്കാൻ പറ്റാത്ത തീരുമാനങ്ങളുമെല്ലാം എയർ ഇന്ത്യയെ പുറകോട്ടടിച്ചു. 1994 നരസിംഹറാവു സർക്കാരിന്റെ നേതൃത്വത്തിൽ ഓപ്പൺ സ്കൈ പദ്ധതി പ്രകാരം പുതിയ എയർ കോർപ്പറേഷൻ നിയമം നിലവിൽ വന്നു. ഇതോടെ എയർ ട്രാൻസ്പോർട്ട് സർവീസസ് ദേശസാൽക്കരിക്കപ്പെട്ട നടപടി റദ്ദായി. 1995-നും 97-നും ഇടയ്ക്ക് 671 കോടി രൂപയുടെ നഷ്ടം കമ്പനിക്കുണ്ടായി. ഇതേ തുടർന്ന് എയർ ഇന്ത്യയുടെ 60% ഓഹരികളും ഇന്ത്യൻ എയർലൈൻസിന്റെ 51% ഓഹരികളും വിൽക്കാൻ സർക്കാർ തീരുമാനിച്ചു. എന്നാൽ ഈ ലക്ഷ്യം നടപ്പായില്ല. ഉദാരവൽക്കരണ നടപടികൾക്ക് പിന്നാലെ സ്വകാര്യ കമ്പനികൾക്കായി ആകാശത്തിന് കിളിവാതിലുകൾ തുറന്നു നൽകി. 2003 വ്യോമഗതാഗത രംഗത്ത് കൂടുതൽ സ്വകാര്യവൽക്കരണം ആവശ്യമെന്ന നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു. വാജ്പേയി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യ ലോ കോസ്റ്റ് കാരിയറായ എയർ ഡെക്കാൻ സർവീസ് തുടങ്ങി. ഈ ആശയം വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ പ്രചാരം നേടി. പിന്നീടുള്ള വർഷങ്ങളിൽ നിരവധി ലോ കോസ്റ്റ് കാരിയറുകൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് കാണുന്ന ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, ഗോയർ തുടങ്ങി എല്ലാം അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചവയാണ്. 2005 33,000 കോടി രൂപയ്ക്ക് 50 ബോയിംഗ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ എയർ ഇന്ത്യ ഒപ്പുവെച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് സേവനം ആരംഭിച്ചതോടെ രാജ്യത്തെ ആദ്യ ഇന്റർനാഷണൽ ബജറ്റ് എയർലൈൻ പിറന്നു. 2003-നും 2010-നും ഇടയിൽ ലോ കോസ്റ്റ് കാരിയറുകളുടെ മാർക്കറ്റ് ഷെയർ 1% നിന്നും 70% ഉയർന്നു. ഇതോടെ ഇന്ത്യൻ എയർലൈൻസ് 1-ാം സ്ഥാനത്ത് നിന്ന് 4-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. പിന്നീട് അങ്ങോട്ടുള്ള തുടർച്ചയായ വീഴ്ചയെ തുടർന്ന് 2007 ഇന്ത്യൻ എയർലൈൻസിനെ എയർ ഇന്ത്യയിൽ ലയിപ്പിച്ച് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നു. 2007-നും 2009-നും ഇടയിൽ എയർ ഇന്ത്യയുടെ നഷ്ടം 7,200 കോടിയിലേക്ക് ഉയർന്നു. എയർ ഇന്ത്യയിൽ അന്ന് 30,000 ജീവനക്കാർ ഉണ്ടായിരുന്നു. രാജ്യാന്തര അളവിനേക്കാൾ ജീവനക്കാരുടെ എണ്ണം വളരെ കൂടുതൽ. സ്വകാര്യ വിമാന കമ്പനികൾ വരുമാനത്തിന്റെ 10% ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നൽകാൻ ചിലവാക്കിയപ്പോൾ എയർ ഇന്ത്യ വരുമാനത്തിന്റെ 1/5% ശമ്പളത്തിനും മറ്റാനുകൂല്യങ്ങൾക്കുമായി മാറ്റിവെച്ചിരുന്നത്.
2010 കമ്പനിയെ വീണ്ടും എയർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്തു. 2012 ആയപ്പോൾ സ്വകാര്യവൽക്കരണ നടപടികൾ ഉപേക്ഷിച്ച് 30,000 കോടി രൂപ വകയിരുത്തി 10 വർഷത്തെ പുനരുദ്ധാരണ പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചു. എന്നാൽ 2017 കമ്പനി ഭീമമായ വായ്പാ ബാധ്യതയിലെന്ന CAG റിപ്പോർട്ട് പുറത്തു വന്നു. എയർ ഇന്ത്യയെ രക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഫലം കണ്ടില്ലെന്ന് വിമർശനവുമുണ്ടായി. 52,000 കോടി രൂപ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെ സ്വകാര്യവൽക്കരണം പുനഃപരിശോധിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. ഒടുവിൽ 2020 എയർ ഇന്ത്യയുടെയും ഉപകമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും 100% ഓഹരിയും എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 50% ഓഹരിയും വിൽക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനമെടുത്തു. എയർ ഇന്ത്യയോടുള്ള സ്നേഹം വിടാതെ കാത്തിരുന്ന ടാറ്റ കമ്പനിയെ തിരികെ തറവാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. എയർ ഇന്ത്യ വാങ്ങുന്നതിനായി താൽപര്യം പ്രകടിപ്പിച്ച് ടാറ്റ ഗ്രൂപ്പിനൊപ്പം സ്പൈസ് ജെറ്റും ടെൻഡർ സമർപ്പിച്ചു. ഒടുവിൽ 18,000 കോടി രൂപയ്ക്ക് എയർ ഇന്ത്യ ടാറ്റയ്ക്ക് സ്വന്തമായി. ഒക്ടോബർ 8 കേന്ദ്ര സർക്കാർ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഈ വർഷം ഡിസംബറോടെ വിൽപ്പന പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയുടെ 100% ഓഹരികളും എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 50% ഓഹരിയുമാണ് ടാറ്റ ഏറ്റെടുക്കുന്നത്. എയർ ഇന്ത്യ ടാറ്റയുടെ കൈകളിലേക്ക് മടങ്ങിയെത്തുന്നതോടെ വലിയ പ്രതീക്ഷയിലാണ് രാജ്യം. വിമാന കമ്പനി നഷ്ടത്തിൽ നിന്ന് കരകയറുമെന്നും മികച്ച സേവനം യാത്രക്കാർക്ക് ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷകൾ രാജ്യമെമ്പാടുമുണ്ട്. നമസ്കാരം. ഹർത്താലിനെ കുറിച്ചാണ്. രാജ്യത്ത് വീണ്ടും ഒരു ബന്ധും കേരളത്തിൽ വീണ്ടും ഒരു ഹർത്താലും ഇന്ന് കഴിഞ്ഞുപോയി. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ജനജീവിതത്തെ കാര്യമായി ബാധിക്കാതെ ചെറിയ ഉപരോധങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെയായി ഇന്നത്തെ ബന്ദിന്റെ ദിനം കടന്നുപോയി. പക്ഷേ കേരളം പതിവ് പോലെ അടച്ചുപൂട്ടപ്പെട്ടു. ലോക ടൂറിസം ദിനം കൂടിയാണ് ഇന്ന്. ടൂറിസം ദിനത്തിൽ തന്നെ ടൂറിസത്തിന് പേര് കേട്ട കേരളം അടച്ചിടുന്നു. അതാണല്ലോ നമ്മുടെ പതിവും. ഭരണഘടനാപരമായ ഒരു സമരരീതി തന്നെയാണ് ഹർത്താൽ. പ്രതിഷേധ സൂചകമായോ ദുഃഖസൂചകമായോ വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സേവന മേഖലയും അടച്ചിടുകയും ഓട്ടോ ടാക്സി സംവിധാനങ്ങളൊക്കെ നിരത്തിലിറങ്ങാതുകയും ചെയ്ത് ജനങ്ങൾ സഹകരിക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനം. പക്ഷേ ഒരിക്കലും നിർബന്ധപൂർവമോ ഭയപ്പെടുത്തിയോ ആവരുത് ഹർത്താൽ ആഹ്വാനത്തോട് ജനങ്ങളെ സഹകരിപ്പിക്കേണ്ടത്. സ്വമേധയാ ജനങ്ങൾ സഹകരിക്കണം. പക്ഷേ ഇവിടെ നടക്കുന്നതെന്തെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഹർത്താൽ എന്ന വാക്ക് കേട്ടാൽ തന്നെ ഒരു ഭയപ്പാടിൻ്റെ സ്വരമാണ് ഉള്ളത്.
ഹർത്താൽ ദിനത്തിൽ പുറത്തിറങ്ങിയാൽ ഒന്നെങ്കിൽ ഏറുകൊണ്ട് തലപൊളിയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ സംഭവിക്കും, ഇതൊന്നുമല്ലെങ്കിൽ ചീത്ത കേൾക്കും, അതല്ലെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തും. ഹർത്താൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളിക്ക് ഓർമ്മ വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഭയപ്പെടുത്തി മാത്രം അനുസരിപ്പിക്കുന്ന ഒരു സമരമുറ, അതായി മാറി ഹർത്താൽ. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധങ്ങൾ ആവശ്യമാണ്. ഭരണകൂടം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയോ ആവശ്യമില്ലാത്ത ജനദ്രോഹ നടപടികൾ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷവും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഇതിനെയൊക്കെ നിരീക്ഷിച്ച് പ്രതിഷേധമുയർത്തേണ്ട, ശബ്ദമുയർത്തേണ്ട, പ്രതികരിക്കേണ്ട ജനതയും അനിവാര്യമാണ്. അതിന് വിവിധ സമരമുറകളും ആവശ്യമാണ്. പക്ഷേ പ്രതിഷേധം ജനദ്രോഹ നടപടികൾക്കെതിരെയാണ്. ഈ ജനദ്രോഹ നടപടികൾ ബാധിക്കുന്നത് ആരെയാണ്? സാധാരണക്കാരായ ജനങ്ങളെ തന്നെ, ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾ. എന്നാൽ ഈ നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ, ഹർത്താൽ നടത്തുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത്, കഷ്ടപ്പെടുന്നത്, അനുഭവിക്കുന്നത് ഇതേ സാധാരണക്കാരൻ തന്നെയാണ്. സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിക്കെതിരെ അവനെ കൂടുതൽ കഷ്ടത്തിലാക്കിക്കൊണ്ട് വീണ്ടും ഒരു സമരമുറ. ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നടത്തുന്ന സമരമുറയാണെങ്കിൽ ഒരു കാരണവശാലും അത് അവനെ ബുദ്ധിമുട്ടിക്കുന്നത് ആവരുത്. പക്ഷെ ഇവിടെ നടക്കുന്നതോ അവനെ അടച്ചിട്ടും പൂട്ടിയിട്ടും പുറത്തിറങ്ങാൻ സമ്മതിക്കാതെയുമുള്ള സമരമുറ. ഓരോ ഹർത്താൽ ദിനത്തിലും സംഭവിക്കുന്ന കാര്യങ്ങൾ നാം വാർത്തകളിലൂടെയൊക്കെ എപ്പോഴും അറിയുന്നതാണ്. ഒന്നുകിൽ വഴിയിലിറങ്ങുന്നവരെ തടഞ്ഞു നിർത്തും, അവരെ ചീത്ത വിളിക്കും, ഉപദ്രവിക്കും. അത്യാവശ്യ കാര്യത്തിനെ പോകുന്നവൻ വഴിയിൽ കുടുങ്ങും. ഇതൊന്നുമല്ലെങ്കിൽ പൊതുമുതൽ, നമ്മുടെ എല്ലാവരുടെയും മുതലായ, രാജ്യത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിന് മുതലായ പൊതുമുതൽ നശിപ്പിക്കും. ഇതൊക്കെയാണ് സമരരീതി. മറ്റൊന്ന് നശിപ്പിച്ചുകൊണ്ട്, മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, ഒരാളെ വേദനയിലാഴ്ത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം എന്ന് പറയുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഓരോ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒക്കെ അനുസരിച്ച് ഹർത്താലുകൾ പ്രഖ്യാപിക്കുന്നു, നടപ്പിലാക്കുന്നു. സാധാരണക്കാരൻ വലയുന്നു. വലിയൊരു അടച്ചിടലിന് ശേഷം, കോവിഡ് മഹാമാരി വന്നതിന് ശേഷമുള്ള ലോക്ക്ഡൌണിൽ നിന്നും പതിയെ മുക്തരായി വരുന്നതേ ഉള്ളൂ കേരള ജനത. ആ അടച്ചിടലിൽ നിന്ന് ഒന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നവരെയാണ് വീണ്ടും അടച്ചുപൂട്ടുന്നത്. ജനങ്ങളെ വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടി അവരെ കഷ്ടത്തിലാക്കി നേടിയെടുക്കുന്ന എന്ത് സമരമുറയാണ് ഇത് എന്നുള്ള ചോദ്യം പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. ഓരോ ഹർത്താലുകൾ നടക്കുമ്പോഴും, അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഹർത്താൽ ആവശ്യമാണോ, എന്തിനാണ് ഹർത്താൽ, ഈ ചോദ്യമുണ്ടാകും, ചർച്ചയുണ്ടാകും, ഒക്കെ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടുമില്ല. കേരള ഹൈക്കോടതി വിധിയുണ്ട്, ഹർത്താലുകൾക്ക് മുൻകൂട്ടി പെർമിഷൻ വാങ്ങണം, മുൻകൂട്ടി അനുവാദം വാങ്ങണം, നേരത്തെ നോട്ടീസ് നൽകണം, ഇതൊക്കെയുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ നടത്തിയാലും ഹർത്താൽ എന്നത് നടപ്പിലാകുമ്പോൾ സാധാരണക്കാരൻ വലയുന്നു എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഒരു ദിവസത്തെ വേതനത്തിനായി ജോലി ചെയ്യുന്നവൻ, ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവന് ഒരു ദിവസം അവൻ്റെ പണി മുടങ്ങിയാൽ, അവൻ്റെ യാത്ര തടസ്സപ്പെട്ടാൽ ആ കുടുംബം പട്ടിണിയിലാവും. കോവിഡ് മഹാമാരിയിൽ വളരെയധികം ബുദ്ധിമുട്ടും പട്ടിണിയും ഒക്കെ അനുഭവിച്ച ആളുകളാണ് വീണ്ടും ഈ അടച്ചുപൂട്ടലിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തെ പട്ടിണി, ഒരു ദിവസത്തെ കൂലി ഇല്ലാതാവുക, വേതനം ഇല്ലാതാവുക വലിയ ബുദ്ധിമുട്ടാണ് സാധാരണക്കാരൻ ഉണ്ടാക്കുന്നത്. ഒരു ഹർത്താൽ ദിനത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് പല ആവശ്യങ്ങൾക്കാകാം. അത്യാവശ്യമായി ആശുപത്രി ആവശ്യങ്ങളുണ്ടാകാം, വിദ്യാഭ്യാസ ആവശ്യങ്ങളുണ്ടാകാം, ജോലി സംബന്ധമായ ആവശ്യമുണ്ടാകാം, ഒഴിച്ചുകൂടാനാവാത്ത യാത്രകളുണ്ടാവാം. ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന, നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാധാരണക്കാരന് മുന്നിലേക്ക് പെട്ടെന്നൊരു ഹർത്താൽ വരുമ്പോൾ അവൻ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് പെട്ടെന്ന് തടസ്സപ്പെടുന്നത്. ചെറിയ കാര്യമാണ്, ഒരു ദിവസമല്ലേ ഉള്ളൂ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു ദിവസം ഈ ചോദിക്കുന്നവർക്ക് വിലപ്പെട്ടതല്ലെങ്കിലും അത് നഷ്ടപ്പെടുന്നവന് വളരെയധികം വിലപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കണം. ആ നഷ്ടങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരുമ്പോഴേ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാവുകയുള്ളൂ. ഹർത്താൽ എന്ന് കേൾക്കുമ്പോൾ ആ ഒരു ഭയം, ഹർത്താൽ എന്ന് കേൾക്കുമ്പോൾ തല്ലിപ്പൊളിക്കുന്നതിൻ്റെയും ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെയും ഒരു ചിന്തയാണ് മലയാളിക്ക് എപ്പോഴും മനസ്സിലേക്ക് വരിക. ആദ്യമേ പറയുന്നു, ഭരണഘടനാപരമായ ഒരു സമരരീതിയാണ് ഹർത്താൽ. പക്ഷെ അതിനോട് ജനങ്ങൾ, ഹർത്താൽ ആഹ്വാനത്തോട് ജനങ്ങൾ സ്വമേധയാ സഹകരിക്കണം. എവിടെയാണ് സ്വമേധയാ സഹകരിക്കുന്നത്? അത്യാവശ്യക്കാരനായ സാധാരണക്കാരന് ഈ ഹർത്താൽ എവിടെയാണ് ആവശ്യമാവുക? കുട്ടികളായിരിക്കുമ്പോൾ നമ്മളൊക്കെ പറയും, ഹർത്താൽ ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകാൻ ഇരിക്കാമല്ലോ, സ്കൂളിൽ പോകാതിരിക്കാമല്ലോ, സന്തോഷമാണ്. പക്ഷേ ഈ ഹർത്താൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരൻ്റെ വേദനയ്ക്ക് ഈ ഹർത്താൽ നടത്തുന്ന ആർക്കും മറുപടി പറയാൻ കഴിയില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് കൃത്യമായ ഭരണം ഉണ്ടാകണമെങ്കിൽ കൃത്യമായ പ്രതിഷേധം വേണം, പ്രക്ഷോഭം വേണം.
ഭരിക്കുന്നവർ തെറ്റായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കണം. പക്ഷെ അതൊരിക്കലും സാധാരണക്കാരൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ടാകരുത് എന്ന് മാത്രം. ഡൽഹിയിൽ ഇരിക്കുന്നവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഇങ്ങേയറ്റത്തുള്ള കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലുള്ള ഒരു സാധാരണക്കാരനെ അവൻ്റെ അന്നത്തിനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അവൻ ജോലിക്ക് പോകുമ്പോൾ അവനെ തടഞ്ഞു നിർത്തിയും ചീത്ത വിളിച്ചും അടിച്ചോടിച്ചും ചെയ്യുന്ന സമരമുറ എത്തരത്തിലാണ് ഒരു ജനാധിപത്യ സമരമുറയായി തീരുന്നത്? ഈ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ആർക്കെതിരെയാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത്, ഇവർക്കൊന്നും ഇത്തരമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവരെയൊക്കെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട്, നിയമസംഹിതകളുണ്ട്, പ്രോട്ടോക്കോളുകളുണ്ട്. പക്ഷേ അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരന് ഈ ഹർത്താൽ ദിനത്തിൽ അല്ലെങ്കിൽ അവനെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ദിനത്തിൽ എന്ത് സംരക്ഷണമാണ് ലഭിക്കുന്നത്? അവൻ എപ്പോഴും ആശങ്കയിലാണ്, അങ്കലാപ്പിലാണ്, തടയിട്ട് അവനെ വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ്. അവൻ്റെ ജീവിതം ബുദ്ധിമുട്ടിലാകുന്നു. ജനാധിപത്യ രാജ്യത്ത് സമരമുറകൾ ആവശ്യമാകുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരം ജനങ്ങളെ സംരക്ഷിക്കാനുള്ളതാവണം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ളതാവരുത്. അതായിരിക്കണം ഈ സമരങ്ങൾ നടത്തുന്ന എല്ലാവരുടെയും ആദ്യത്തെ ചിന്ത. കേരളം ഹർത്താലിന് സ്വന്തം നാടെന്നുള്ള വിശേഷണം പണ്ടേയുണ്ട്. കാരണം അതാണല്ലോ പതിവ്. കേരളത്തിൽ ഇന്ന് ലോക ടൂറിസം ദിനത്തിൽ ഹർത്താൽ ആചരിക്കുമ്പോൾ ടൂറിസത്തിന് പേര് കേട്ട ഒരു സംസ്ഥാനമാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ടൂറിസത്തിൽ തന്നെ വരുന്നുണ്ട് യാത്ര. ടൂറിസത്തിന്റെ അനിവാര്യ ഘടകമാണ്. തടഞ്ഞു നിർത്തുകയാണ്, അടച്ചിടുകയാണ്, അടച്ചു പൂട്ടുകയാണ്. ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ വലിയ ചർച്ചകളുണ്ടായി. വ്യാപാരികൾക്ക് പ്രശ്നം, കച്ചവടമില്ല, ഓരോ ദിവസം അടഞ്ഞു കിടക്കുന്നതിനെ പറ്റി അവർ വിഷമം പറയുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ജനാധിപത്യ സമരമുറയാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമുറയാണ്. ഹർത്താൽ ആചരിക്കുകയാണ്, അടച്ചിടുകയാണ്, പൂട്ടിയിടുകയാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നും നാം മാറേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമുറ ജനങ്ങൾ സ്വമേധയാ സഹകരിക്കുന്നതാവട്ടെ. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമുറ ജനങ്ങളെ സംരക്ഷിക്കാനാവട്ടെ. ഭരണകർത്താക്കൾ സ്വീകരിക്കുന്ന തെറ്റായ നടപടികൾക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ, പ്രതിഷേധിക്കുമ്പോൾ സാധാരണക്കാരന് ഈ സംരക്ഷണമൊന്നും ലഭിക്കാത്ത ഏറ്റവും വലിയ സംഖ്യ വരുന്ന സാധാരണക്കാരന് അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കട്ടെ. ജനങ്ങളെ സംരക്ഷിക്കാനാവട്ടെ ഈ സമരമുറകൾ ഓരോന്നും. നന്ദി. ഓഗസ്റ്റ് 15 താലിബാൻ അഫ്ഗാൻ പിടിച്ചടക്കിയപ്പോൾ കരളലിയിപ്പിക്കുന്ന രംഗമായിരുന്നു അതിനോടൊപ്പം ലോകം കണ്ടത്. C-17 എന്ന അമേരിക്കൻ സൈനിക വിമാനത്തിന്റെ ചക്രങ്ങളിൽ തൂങ്ങി രക്ഷപ്പെടാൻ എയർപോർട്ട് റൺവേയിലൂടെ പായുന്ന നിസ്സഹായരായ അഫ്ഗാൻ പൗരന്മാർ. 123 കുട്ടികൾ ഉൾപ്പെടെ 823 അഫ്ഗാൻ പൗരന്മാരെയാണ് അമേരിക്കയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ 3 എന്ന ഭീമൻ സൈനിക ചരക്ക് വിമാനം രക്ഷപ്പെടുത്തിയത്. ആദ്യമായാണ് ഇത്രയധികം ആളുകളെ ഗ്ലോബ് മാസ്റ്റർ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുന്നതും. ഇന്ത്യയുടെ അഫ്ഗാൻ രക്ഷാദൗത്യത്തിലും നിർണായക പങ്കുവഹിച്ചത് C-17 ഗ്ലോബ് മാസ്റ്റർ തന്നെ. കാബൂളിൽ നിന്നും ജാംനഗറിലെ വ്യോമസേനാ താവളത്തിലേക്ക് ഇന്ത്യക്കാരുമായി C-17 പറന്നിറങ്ങി. ൽ വികസിപ്പിച്ച C-17 1990 ആദ്യമായി പറക്കുന്നത്. 77,519 കിലോഗ്രാം ഭാരം വഹിക്കാൻ വിമാനത്തിന് സാധിക്കും. ടാങ്കുകൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട സൈനിക വാഹനങ്ങളും ആയുധ സാമഗ്രികളും വഹിക്കാനുള്ള ശേഷി C-17 1,28,100 കിലോഗ്രാം ഭാരമുള്ള ഈ ഭീമന് ചരക്കുകളുമായി മണിക്കൂറിൽ 950 കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ കഴിയും. 2011 US-ൽ നിന്നും ഏറ്റവും വലിയ സൈനിക ചരക്ക് വിമാനമായ C-17 ഗ്ലോബ് മാസ്റ്റർ വാങ്ങാൻ ഇന്ത്യ കരാർ ഒപ്പിട്ടത്. 2013
ആദ്യ വിമാനം ഇന്ത്യക്ക് ലഭിച്ചു. നിലവിൽ 11 C-17 ഗ്ലോബ് മാസ്റ്റർ 3 വിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. സൈനികരെ വഹിക്കുന്നതിനും ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്നതിനുമായാണ് പ്രധാനമായും ഗ്ലോബ് മാസ്റ്റർ ഉപയോഗിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും കോവിഡ് സമയത്ത് ഓക്സിജൻ കണ്ടെയ്നറുകൾ എത്തിക്കുന്നതിനും ഇന്ത്യ C-17 ഉപയോഗിച്ചു. ഇന്ത്യയുടെ ഉയർന്ന സൈനിക താവളങ്ങളായ ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ സൈനികരെയും ചരക്കുവാഹനങ്ങളും വേഗത്തിലെത്തിക്കാൻ സാധിക്കുന്നതും C-17 കരുത്തിലാണ്. അമേരിക്കയ്ക്കും ഇന്ത്യക്കും പുറമെ UK, ഓസ്ട്രേലിയ, കാനഡ, UAE, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളും C-17 ഗ്ലോബ് മാസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN പൊതുസഭയെ അഭിസംബോധന ചെയ്യാനും ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനുമായി അമേരിക്കയിലേക്ക് പോയപ്പോഴും അവിടെ എത്തിയപ്പോഴും ശ്രദ്ധാകേന്ദ്രമായ ഒരു ഭീമനുണ്ട്. എയർ ഇന്ത്യ 1. US പ്രസിഡന്റിന്റെ എയർഫോഴ്സ് 1 വിമാനത്തോട് കിടപിടിക്കുന്ന അതേ സൗകര്യങ്ങളും സുരക്ഷയുമാണ് ഇന്ത്യയുടെ VVIP വിമാനമായ എയർ ഇന്ത്യ 1ലും ഉള്ളത്. ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവർക്ക് യാത്ര ചെയ്യുന്നതിനെ വാങ്ങിയ പരിഷ്കരിച്ച ബോയിങ് 777-300 ER മോഡൽ വിമാനമാണ് എയർ ഇന്ത്യ 1. ഇന്ത്യ സ്വന്തമാക്കിയ 2 വിമാനങ്ങൾക്ക് ആകെ ചിലവ് 8,400 കോടി രൂപയാണ്. അടുത്തിടെയാണ് അമേരിക്കയിൽ നിന്ന് സർവ്വസന്നാഹങ്ങളും ഒരുക്കി 2 വിമാനങ്ങളും ഇന്ത്യ വാങ്ങിയത്. എയർഫോഴ്സ് 1ന് സമാനമായി എയർക്രാഫ്റ്റ് ഇൻഫ്രാറെഡ് കൗണ്ടർ മെഷേഴ്സ്, ആധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ, മെഡിക്കൽ സംവിധാനങ്ങൾ, സെൽഫ് പ്രൊട്ടക്ഷൻ സ്യൂട്ട്, കോൺഫറൻസ് ക്യാബിൻ, വിശാലമായ ഓഫീസ് സംവിധാനം എന്നിവ എയർ ഇന്ത്യ 1ന്റെ പ്രത്യേകതകളാണ്. റഡാർ കണ്ണുവെട്ടിക്കാനും മിസൈലുകൾ കണ്ടെത്താനും വഴിതിരിച്ചുവിടാനുമെല്ലാം എയർ ഇന്ത്യ 1ന് കഴിയും. വ്യോമസേന പൈലറ്റുമാരാണ് ഈ വിമാനം പറത്തുക. ഇടയ്ക്ക് ഇന്ധനം നിറയ്ക്കാതെ ഇന്ത്യയിൽ നിന്ന് US നേരിട്ട് പറക്കാനും വിമാനത്തിന് സാധിക്കും. അമേരിക്കയിലേക്കുള്ള യാത്രാമധ്യേ എയർ ഇന്ത്യ 1നുള്ളിലിരുന്ന് ഫയലുകൾ നോക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം നേടിയിരുന്നു. One of the questions I get a lot is, can WhatsApp be hacked? In fact, there is a very popular trick which is going rounds among the fraudsters to hijack WhatsApp accounts. What the fraudsters does is they find your phone number and your details online. Now they give you a phone call and convince you that they are either calling from the bank, they are calling you from a company that is going to give you a gift or a job offer. While you are in this conversation, the person will convince you that you are going to get another call from his colleague and he's going to call you any minute. Now, while you are on the call with the fraudster, you will get a call and he will ask you to merge the call because it's his colleague. Now, what the fraudsters are doing in the background is
they are initiating a new WhatsApp registration on your phone number, and they are requesting the OTP to send to your phone via a phone call. So the minute you merge the call, the attacker or the bad guy who's on the other end will be able to see the OTP, hear the OTP, and get access to your account. And many people in the last many months have lost their WhatsApp accounts or got their accounts compromised because of this silly mistake.